ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഗ്രാം സ്മിത്ത് ഓർത്തോഗണൈസേഷൻ പ്രൊസീജിയർ വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്. ഇത് എപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് മോഡൽ 3 ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഇപ്പോൾ എപ്പോഴും വരുന്നത് ഷുവർ പ്രോബ്ലം ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടു ഫംഗ്ഷൻ s1 of t s2 of t are given in the figure. The interval is t between 0 and capital T seconds. Using Gram-Schmidt procedure, express this function in terms of orthonormal function. Also sketch phi1 of t and phi2 of t. ഇപ്പൊ ഫിഗർ തന്നിട്ടുണ്ട് രണ്ടെണ്ണം. s2 of t എന്ന് പറയുന്ന സിഗ്നലും s2 of t എന്ന് പറയുന്ന സിഗ്നൽ, s1 of t എന്ന് പറയുന്ന സിഗ്നൽ, s2 of t എന്ന സിഗ്നൽ, രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം, s1 of t എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 0 to t തന്നെ ഉണ്ട് സിഗ്നൽ വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് a. ഹിയർ ഇവിടെ s2 of t നോക്കിയാൽ നമുക്ക് ടൈം പീരീഡ് പറയുന്നത് 0 to t ആണ്. അത് നമ്മൾ ഓർത്തോഗണൈസേഷൻ പ്രൊസീജിയർ 0 to t ചെയ്യാം. അപ്പൊ ഇവിടെ 0 to t സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, 0 to t/2 then t/2 to t. അപ്പൊ 0 to t/2 നമുക്ക് സിഗ്നൽ ഉണ്ട് വിത്ത് ആംപ്ലിറ്റ്യൂഡ് 2a and t/2 to t നോ സിഗ്നൽ 0. ഞാൻ നമ്മൾ ചെയ്യാൻ പോണം. അപ്പൊ രണ്ട് സിഗ്നൽസ്, അപ്പൊ നമുക്ക് രണ്ട് ഓർത്തോണോമൽ ഫംഗ്ഷൻ phi1 of t phi2 of t കാണണം. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് 1 വെച്ച് നമുക്കറിയാം s11 ഉം കാണാം phi1 of t ഉം കാണാൻ പറ്റും. അപ്പൊ ഈ സിഗ്നൽസ് നോക്കിയിട്ട് നമ്മള് s1 of t ഇക്വേഷൻ, s1 of t s11ന്റെ ഇക്വേഷൻ നമുക്കറിയാം. s11 is equal to integral 0 to t s1 of t whole square dt അതിന്റെ റൂട്ട്. അപ്പൊ ഇവിടെ ഓൾറെഡി s1 of t സിഗ്നൽ, s1 of t സിഗ്നൽ. അപ്പൊ 0 to t ഇവിടെ നമുക്കറിയാം a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ നമ്മൾ s1 of t ക്ക് നമ്മൾ a കൊടുത്തു. അപ്പൊ ഇന്റഗ്രൽ 0 to t a സ്ക്വയർ dt റൂട്ട് ഓഫ് 0 ഇന്റഗ്രൽ 0 to t a സ്ക്വയർ dt. അപ്പൊ ഇവിടെ a സ്ക്വയർ ആണ്, ഇവിടെ കോൺസ്റ്റന്റ് a സ്ക്വയർ പുറത്തേക്ക് എടുത്ത. അപ്പൊ ഇന്റഗ്രൽ 0 to t dt അതിന്റെ റൂട്ട്. അപ്പൊ a സ്ക്വയർ ദെൻ ഇന്റഗ്രൽ 0 to t dt എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ dt തന്നെ നമുക്ക് t കിട്ടും. എന്നിട്ട് അതിൽ അപ്ലൈ ചെയ്യണം ലിമിറ്റ്സ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ്. അപ്പൊ അപ്പർ ലിമിറ്റ് 0 അല്ല t, ലോവർ ലിമിറ്റ് 0. അപ്പൊ നോക്കിയാൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, a സ്ക്വയർ t മൈനസ് t അതിന്റെ റൂട്ട് എടുക്കണം. അപ്പൊ a സ്ക്വയർ t 3 മൈനസ് 0 എന്ന് പറഞ്ഞാൽ t. അപ്പൊ a സ്ക്വയർ t റൂട്ട് ഓഫ് a സ്ക്വയർ t. അപ്പൊ റൂട്ട് ഓഫ് a സ്ക്വയർ t എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a സ്ക്വയറിന്റെ റൂട്ടും അതുപോലെ റൂട്ട് ഓഫ് t. അപ്പൊ a സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a റൂട്ട് t. അപ്പൊ നമുക്ക് s11 എന്ന് പറയുന്നത് കിട്ടി, a റൂട്ട് t എന്ന് കിട്ടി. ഇനി phi1 of t സ്റ്റെപ്പ് 1 നമുക്ക് കാണാൻ, അതിന്റെ ഇക്വേഷൻ കാണാണ്ട് അറിയണം. phi1 of t ഇക്വേഷൻ s1 of t by s11. s1 of t ഓൾറെഡി നമുക്കറിയാം a റൂട്ട് t. അപ്പൊ ഇവിടെ s1 of t എന്ന് പറയുന്നത് s11 എന്ന് പറഞ്ഞാൽ a റൂട്ട് t, s1 of t എന്നുള്ള s1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് a. അപ്പൊ a by a റൂട്ട് t, a ക്യാൻസൽ ചെയ്ത 1 by റൂട്ട് t for t between 0 to t. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് 1 s11 കിട്ടി, phi1 of t കിട്ടി. ഇനി സ്റ്റെപ്പ് 2 നമുക്ക് s21 s22 and phi2 of t കാണും. അപ്പൊ അത് നമ്മൾ ഈ സിഗ്നൽ വെച്ചിട്ട് s2 of t എന്ന സിഗ്നൽ വെച്ചിട്ട് നമ്മൾ അത് കാണാം. ഇക്വേഷൻ സ്റ്റെപ്പ് 2 s21 ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ഇന്റഗ്രൽ 0 to t s2 of t phi1 of t dt. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഇന്റഗ്രൽ 0 to t ന് നമുക്ക് അവിടെ തന്നിരിക്കുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒന്ന് 0 to t/2 പിന്നെ t-ലായിട്ടുള്ളൂ. അപ്പൊ 2a. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതാണ്. ഒരെണ്ണം 0 to t/2, അടുത്തത് t/2 to t ക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഇന്റർവൽ എന്തായി, 0 to t നെ നമ്മൾ 0 to t/2 and t/2 to t. എന്നിട്ട് നമ്മൾ നോക്കും ഈ സിഗ്നൽ s2 of t അല്ലെ, s2 of t ആണ്. അപ്പൊ s2 of t കണ്ട, ഇതാണ് s2 of t. അപ്പൊ നോക്കാം s2 of t 0 to t/2 s2 of t നമുക്ക് 2a, അത് 2a ഇവിടെ കൊടുത്തു. ആൻഡ് phi1 of t ഓൾറെഡി നമുക്ക് phi1 of t 1/√t കിട്ടിയിട്ടുണ്ട്. അടുത്തത് അത് ഇന്റഗ്രൽ t/2 to t ഒക്കെ ചെയ്യണം. അപ്പൊ അവിടെ s2 of t എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടായില്ല, 0 ആണ്. അപ്പൊ 0. അപ്പൊ ഓട്ടോമാറ്റിക് phi1 of t നമുക്ക് അറിയാം 1/√t 0 into 1/√t തന്നെ 0. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി സോൾവ് ചെയ്യാൻ പോണ്. അപ്പൊ ഇവിടെ ഇത് 0 ആയിരിക്കും. ഇനി ഇത് സോൾവ് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിൽ കോൺസ്റ്റന്റ് 2a by 1/√t പുറത്തേക്ക് എടുത്തു.
ഇന്റഗ്രൽ റൂട്ട് ഇന്റഗ്രൽ 0 to t by 2 dt തന്നെ എന്താ ഇന്റഗ്രൽ ഓഫ് dt തന്നെ t. അപ്പൊ അതിൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2a by root t equal to t is equal to t by 2 minus 0 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് t by 2 എന്ന് പറയുമ്പോൾ അത് തന്നെ. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ നോക്കാം 2 മനസ്സിലായി. പിന്നെ ഈ t എന്ന് പറയുന്നത് നമുക്ക് റൂട്ട് ടിന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ ആദ്യം റൂട്ട് ടി ക്യാൻസൽ ചെയ്യാൻ നമുക്ക് a റൂട്ട് ടി എന്ന് കിട്ടി. S21 a റൂട്ട് ടി എന്ന് കിട്ടി. ഇനി S22ന്റെ ഇക്വേഷൻ root of integral 0 to t s2 of t minus s21 51 of t whole square dt. അപ്പൊ ആദ്യം ഇവിടെ 0 to t നെ നമുക്ക് അറിയാലോ സിഗ്നൽ s2 എന്ന് പറയുമ്പോൾ അത് ആദ്യം സ്പ്ലിറ്റ് ആണ്. 0 to t by 2 പിന്നെ t ന് s2 of t 2a. അപ്പൊ അങ്ങനെ തന്നെ ഈ ഇവിടെയും 0 to t നെ നമ്മൾ ആദ്യം 0 to t by 2 t by 2 to t എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തു കണ്ട 0 to t by 2. അപ്പൊ s2 of t എന്താ 0 to t by 2 s2 of t എന്താ 2a ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. s21 നമുക്ക് ഓൾറെഡി കിട്ടി a റൂട്ട് ടി ബൈ ഇൻറ്റു s51 നമുക്കറിയാം ഇക്വേഷനിൽ കണ്ടുപിടിച്ചു 1 by റൂട്ട് ടി. അതേപോലെ ഇവിടെ t by 2 to t അവിടെ s2 of t ഇവിടെ ഇല്ല 0 മൈനസ് പിന്നെ എന്നിട്ടാ S21 51 of t. അപ്പൊ S21 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം a റൂട്ട് ടി പിന്നെ 51 of t 1 by റൂട്ട് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഒരു സ്ഥലത്ത് നോക്കാം. ഇനി ഇവിടെ ടീം കട്ടായി ഇവിടെയും റൂട്ട് ടി ക്യാൻസൽ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും റൂട്ട് ഓഫ് 0 to t by 2 a square dt ഇന്റഗ്രൽ t by 2 to t മൈനസ് a square by dt. നമുക്കിവിടെ കിട്ടുന്നത് a square dt അപ്പൊ a square പുറത്തേക്ക് ഇടും ഇന്റഗ്രൽ 0 to t by 2 dt. അതേപോലെ മൈനസ് a സ്ക്വയർ നമുക്ക് കോൺസ്റ്റന്റ് തന്നെ ആ a square പുറത്തേക്ക് ഇട്ട് ഇന്റഗ്രൽ t by 2 to t dt. അതെ ഈ ഇന്റഗ്രൽ രണ്ടിന്റെയും ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ dt തന്നെ t. അപ്പൊ അപ്പർ ലിമിറ്റ് ഇവിടെയും കൊടുത്തു ഇവിടെയും ടീയുടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അതിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മൈനസ് അല്ലെ. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തതിന് പിന്നെ അത് മൈനസ് ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ അപ്പർ ലിമിറ്റ് ഇതിന്റെയും ഇവിടെ എന്ത് വരും a സ്ക്വയർ t by 2 മൈനസ് 0 t by 2 a സ്ക്വയർ t മൈനസ് t by 2. ഇവിടെ അതേപോലെ a സ്ക്വയർ t by 2 സ്ക്വയർ അപ്പോൾ 2t മൈനസ് t by 2. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ 2t മൈനസ് t t തന്നെ. അപ്പൊ ഇവിടെ എന്താ a സ്ക്വയർ t by 2 a സ്ക്വയർ t അപ്പൊ 2 a സ്ക്വയർ t by 2 2. അപ്പൊ 2 ക്യാൻസൽ റൂട്ട് ഇതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ s22 എന്ന് പറയുമ്പോൾ a റൂട്ട് t എന്നായി. അപ്പൊ നമുക്ക് s21 കിട്ടി s22 കിട്ടി. ഇനി നമുക്ക് 5 of t കാണാം. 5 of t സിഗ്നൽ നമുക്കറിയാലോ ഒന്ന് റേഞ്ച് 0 to t between 0 t by 2 അതേപോലെ t between t by 2 to t കാണണം. അങ്ങനെ s2 of t നമുക്ക് അങ്ങനെ സിഗ്നൽ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് 51 of t ഇക്വേഷൻ എഴുതി 5 of t ഇക്വേഷൻ 1 by s22 of t minus s21 51 of t. അപ്പൊ 1 by s22 1 by a root t s22 ന് പോലെ s2 of t യുടെ വാല്യൂ നമുക്ക് അറിയാം സിഗ്നലില് 2a ആണ്. a root t into 1 by root t അത് നമുക്ക് ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. അപ്പൊ 1 by a root t into 2a minus a. അപ്പൊ 2a minus a എന്ന് പറയുമ്പോൾ a അപ്പൊ 1 a by a root t a ക്യാൻസൽ 1 by root t for t between 0 to t by 2. ഇനി അടുത്തത് നമുക്ക് സിഗ്നലില് t by 2 to t by 2 to t by 2 to t അവിടെ നമുക്കൊന്നുമില്ല സിഗ്നൽ s2 of t യില്. ഇക്വേഷൻ ആദ്യം 5 of t ക്ക് 1 by s22 into s2 of t minus s21 51 of t. ഈ s2 അപ്പൊ എന്താവും t by 2 to t അവിടെ നമുക്ക് സിഗ്നൽ ഇല്ല. അപ്പൊ നമ്മളിവിടെ 1 by s22 ന് നമുക്കറിയാം a റൂട്ട് s2 of t അവിടെ 0 കൊടുത്തു. എന്നാലും നമുക്ക് സിഗ്നലിന്റെ അവിടെ ഇല്ല. ഈ t by 2 to t യുടെ s2 of t എന്ന് പറഞ്ഞ സിഗ്നലിന്റെ അവിടെ ഒന്നുമില്ല 0. പിന്നെ s21 ഇക്വേഷനിൽ കണ്ടതാണ് ഇക്വേഷനിൽ a റൂട്ട് അതേപോലെ 51 of t കണ്ടിട്ടുണ്ട് നമ്മള് ഇക്വേഷൻ വെച്ചിട്ട് 1 by root t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1 by a root t മൈനസ് a. അപ്പൊ a മെയിൻ ക്യാൻസൽ ചെയ്താൽ 1 by minus 1 by root t എന്ന് പറയുന്നത് 4 t by 2 to t യുടെ റേഞ്ചിൽ കിട്ടി.
അപ്പൊ നമ്മള് 5/2 കണ്ടു. ഇനി നമ്മള് ഓർത്തോഗോണൽ ഫംഗ്ഷൻ വരയ്ക്കുക. അപ്പൊ നമുക്ക് 5/2 നമ്മൾ കണ്ടുപിടിച്ചത് 0 to t എന്ന ഇന്റർവെല്ലാണ്. അപ്പൊ നമ്മളത് വരയ്ക്കുക. അപ്പൊ t x ആക്സിസില് t y ആക്സിസില് 5/2 നമുക്ക് 0 to t ഇന്റർവെല്ലാണ്. ഡയറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ വാല്യൂ 5/2 വാല്യൂ 1/√t. അപ്പൊ നമ്മൾ അതാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് കാണിച്ച് വരയ്ക്കാം. അത് 1 സ്കെച്ച് ചെയ്തു. ഇനി 5/2 നമുക്കറിയാം, S2 നമുക്ക് 0 to t/2 പിന്നെ t/2 t ആയിരുന്നു. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ കാണിക്കുക. ആക്സിസ് x axis t, y axis 5/2, then 0 t/2 then t. എന്നിട്ട് നമുക്ക് 5/2 നമ്മൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ, 5/2 0 to t/2 നമുക്ക് 1/√t. അപ്പൊ അത് സിഗ്നൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടി. ഇനി അടുത്തത് t/2 to t നമുക്ക് കിട്ടിയത് -1/√t. അപ്പൊ അത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അത് സ്ക്വയർ വേവ് കാണിക്കുക. -1/√t കണ്ട. അപ്പൊ അത് ഇവിടെ കിട്ടി. അപ്പൊ 0 to t/2 നമുക്ക് പോസിറ്റീവ് 1/√t, t/2 to t നമുക്ക് -1/√t. അങ്ങനെ സ്കെച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മളിവിടെ 5/2 നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ 5/1, 5/2 കണ്ടുപിടിക്കുകയും ചെയ്തു. അത് സ്കെച്ച് ചെയ്യുകയും ചെയ്യാം ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസ് പ്രൊസീജിയർ വെച്ചിട്ട്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മോഡ്യൂൾ 3 ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്.